അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിലെ ഒരു ഇസ്മാണ് ഖാബിൽ എന്നത്. പിടിച്ചെടുക്കുന്നവൻ എന്ന് നമുക്കതിന് അർത്ഥം പറയാം. പരിശുദ്ധമായ ഖുർആനിൽ ഖാബിൽ എന്ന ഇസ്മ് വന്നിട്ടില്ല. അതിൻ്റെ അബ്ജദിയ കണക്ക് 903 ഖബ്ള് അഥവാ ഒരു വസ്തുവിനെ ഒരുമിച്ച് കൂട്ടൽ, അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരുമിച്ച് കൂട്ടൽ എന്ന നിലക്കുള്ള ഖബ്ള് എന്ന പദത്തിൽ നിന്ന് ഉണ്ടായതാണ് ഖാബിൽ എന്നത്. ഇതിൻ്റെ അർത്ഥം അൽ മുളയ്യിഖു അലാ മൻ യശാഉ മാ ശാഅ കൈഫ യശാഉ. അല്ലാഹു തആല ഉദ്ദേശിച്ച ആളുകളുടെ മേലിൽ ഉദ്ദേശിച്ച വസ്തുക്കളെ ഉദ്ദേശിച്ച രൂപത്തിൽ കുടുസാക്കുന്നതാണ് എന്നാണ് ഇതിന് പല പണ്ഡിതന്മാരും അർത്ഥം പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും അള്ളാഹുവിൻ്റെ അടിമകളെ തൊട്ട് ആ അടിമകളുടെ വീക്ഷണത്തിൽ അനുഗ്രഹമായി തോന്നുന്ന പലതിനെയും അള്ളാഹു അവർക്ക് നൽകാതെ പിടിച്ചു വെക്കും. അടിമകൾ ചിന്തിക്കും, ഞങ്ങൾ വലിയ പ്രയാസത്തിലാണല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ അവർ അനുഗ്രഹങ്ങളായി കാണുന്ന കാര്യങ്ങൾ അവരിലേക്ക് എത്തൽ അവർക്ക് വിപത്താണ് എന്ന് അള്ളാഹുവിൻ്റെ അറിവിൽ ഉള്ളതുകൊണ്ടായിരിക്കും അള്ളാഹു തആല അതവർക്ക് കൊടുക്കാത്തത്. സൂറത്തുൽ കഹ്ഫിൽ ഒരു ചെറിയ കുഞ്ഞിനെ ഖിളിർ നബി അലൈഹിസ്സലാം വധിച്ചു കളയുന്ന ഒരു ചരിത്രം പറയുന്നുണ്ട്. അത് അല്ലാഹു തആല ഖിളിർ നബി അലൈഹിസ്സലാമിലൂടെ ആ കുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മാതാപിതാക്കളുടെ ദൃഷ്ടിയിൽ അതവർക്ക് വലിയൊരു വിപത്തായി തോന്നിയെങ്കിലും പക്ഷേ അള്ളാഹുവിൻ്റെ ഇൽമിൽ ആ കുട്ടി അവർക്ക് നിലനിൽക്കലാണ് അവർക്ക് വിപത്താവുക എന്നതായിരുന്നു. പക്ഷേ ആ കുട്ടിയെ അള്ളാഹു പിടിച്ചെടുത്തെങ്കിലും അള്ളാഹു ആ മാതാപിതാക്കൾക്ക് ധാരാളം നബിമാരായ മക്കളെ പിന്നീട് കൊടുത്തു എന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയും. ഖാബിൽ എന്ന ഇസ്മിനെ കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൽ അദബു ഫി ഇസ്മയിൽ ഖാബിൽ വൽ ബാസിത്ത് അൻ യുദ്കറാ മഅൻ. അള്ളാഹുവിൻ്റെ ഖാബിൽ എന്ന ഇസ്മും ഇനി തൊട്ടടുത്ത് വരുന്ന ബാസിത്ത് എന്ന ഇസ്മും രണ്ടും ഒപ്പം പറയലാണ് അദബ് എന്നാണ് മഹത്തുക്കൾ പറയുന്നത്. അഥവാ യാ ഖാബിലു യാ അല്ലാ, യാ ഖാബിലു യാ അല്ലാ എന്ന് ഇങ്ങനെ അതിൻ്റെ അബ്ജദിയ കണക്ക് പ്രകാരം ചൊല്ലാമെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാസിത്ത് എന്ന ഇസ്മിനെയും കൂടി ഉൾപ്പെടുത്തലാണ് അദബ് എന്നാണ്. അപ്പോൾ യാ ഖാബിലു യാ ബാസിത്തു, അല്ലെങ്കിൽ യാ ഖാബിലു യാ അല്ലാ യാ ബാസിത്തു യാ അല്ലാ, അതതിൻ്റെ ഒരു അദബായി മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇദാ ഖബല ഫലാ ത്വാഖത്ത വ ഇദാ ബസത്ത ഫലാ ഫാഖത്ത. ചില മഹത്തുക്കൾ ഈ രണ്ട് ഇസ്മുകളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അള്ളാഹു അടിമകളെ തൊട്ട് ഒരു വസ്തുവിനെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ
ഫലാ ത്വാഖത്ത, പിന്നെ ആ വസ്തുവിനെ അവിടെ വിശാലത ചെയ്യാൻ ആർക്കും സാധ്യമല്ല. അതേപോലെ ഇതാ ബസത്ത ഫലാ ഫാഖത്ത, അള്ളാഹു ഒരു കാര്യത്തെ വിശാലത ചെയ്തുകൊണ്ട് നൽകിയാൽ അവിടെ പിന്നെ ഫാഖത്തില്ല, ദാരിദ്ര്യവും ഇല്ല എന്നാണ്. ഖാബിൽ എന്ന മഹത്തായ ഇസ്മും ബാസിത്ത് എന്നതും അള്ളാഹുവിൻ്റെ ഫിഅലിയായ വിശേഷണമാണ്. ഉദ്ദേശിച്ചാൽ അള്ളാഹു ഖബല് ചെയ്യും, പിടിച്ചെടുക്കും. ഉദ്ദേശിച്ചാൽ അള്ളാഹു വിശാലമാക്കും. അതിനാണല്ലോ ഫിഅലിയായ വിശേഷണം എന്ന് പറയുന്നത്. ലാ ഖാബില ലിമാ ബസത്ത വലാ ബാസിത്ത ലിമാ ഖബൽത്ത. നമ്മളുടെയൊക്കെ ഈമാനിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവേ, നീ വിശാലമാക്കിയതിനെ പിടിച്ചു വെക്കാൻ ആരും ഇല്ല. അള്ളാഹുവേ, നീ പിടിച്ചെടുത്തതിനെ അല്ലെങ്കിൽ പിടിച്ചു വെച്ചതിനെ വിശാലമാക്കാനും ആരുമില്ല എന്ന യജമാനനായ റബ്ബിൻ്റെ ആ വലിയ മഹത്വം ഈ മഹത്തായ രണ്ട് ഇസ്മുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു മനുഷ്യൻ അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവാണ് ഓരോ കാര്യങ്ങളെ വിശാലത ചെയ്യുന്നവനും പിടിച്ചെടുക്കുന്നവനും എന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായും അവൻ മറ്റൊരു സൃഷ്ടികളിലേക്ക് ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും കൊണ്ട് പോകേണ്ടി വരികയില്ല. മറ്റുള്ള സൃഷ്ടികൾ അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കൾ അവനിലേക്ക് വരുന്നതും അവനിൽ നിന്ന് അകലുന്നതും അവനൊരു പ്രശ്നമായി തോന്നുകയുമില്ല. കാരണം എനിക്ക് വിശാലമാക്കി തരേണ്ടത് മുഴുവനും വിശാലമാക്കി തരുന്ന ബാസിത്തായ റബ്ബാണ് എൻ്റെ റബ്ബ്. എനിക്ക് ആവശ്യമില്ലാത്തതിനെയൊക്കെ എന്നെ തൊട്ട് പിടിച്ചു വെക്കുന്നവനാണ്, ഖാബിലാണ് എൻ്റെ റബ്ബ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് ആ മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ അവന് ആ രൂപത്തിൽ ആകാൻ കഴിയും. ഈ ഇസ്മുമായിട്ട് നമ്മൾ തഅല്ലുഖ് ഉള്ളവരാകണം, ബന്ധമുള്ളവരാകണം. ഈ രണ്ട് ഇസ്മുകളുമായി ഒരു മനുഷ്യൻ കൂടുതലായി ബന്ധമായി കഴിഞ്ഞാൽ അള്ളാഹു അവനെ തൊട്ട് വല്ല കാര്യങ്ങളെയും പിടിച്ചു വെക്കുമ്പോൾ അതിനെ അവൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീതിയായിട്ട് മാത്രമേ കാണുകയുള്ളൂ. അതിൻ്റെ മേലിൽ അവൻ ക്ഷമിക്കുക തന്നെ ചെയ്യും. സാമ്പത്തികമായി അഭിവൃദ്ധി എത്താത്ത മനുഷ്യന്മാർ പലരും അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിലൊക്കെ സംസാരിക്കുന്നത് കാണാറുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഖാബില് എന്ന ആ ഇസ്മുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള തെറ്റായ വാക്യങ്ങളൊക്കെ മനുഷ്യരിൽ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ നാം ആഗ്രഹിക്കുന്ന സമ്പത്ത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മേക്കാൾ വലിയ അഹങ്കാരികൾ വേറെ ഉണ്ടാവുകയില്ല എന്ന് അറിയുന്ന റബ്ബ് നമുക്ക് സമ്പത്ത് തരാതെ റബ്ബ് സമ്പത്തിനെ പിടിച്ചു വെക്കുന്നതാണ് എന്ന നിലക്ക് റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീതിയായിട്ട് ആ പിടിച്ചു വെക്കലിനെ കാണുകയും അവൻ ക്ഷമിക്കുകയും ചെയ്യും. ഇനി അവന് വിശാലമായി അല്ലാഹു തആല നൽകുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഔദാര്യമായി കാണുകയും അതിൽ നന്ദി ചെയ്യുകയും ചെയ്യും. ഇതും വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. പല ആളുകളും സാമ്പത്തികമായി പുരോഗതി കൈവരിക്കുമ്പോൾ റബ്ബിൻ്റെ ഔദാര്യമായി റബ്ബ് വിശാലതപ്പെടുത്തി തന്നതാണ് ഈ സമ്പത്ത് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത് തൻ്റെ അധ്വാനം കൊണ്ടും തൻ്റെ പരിശ്രമം കൊണ്ടും ഉണ്ടായതാണ്,
എന്ന രൂപത്തിൽ ചിന്തിച്ച് പിഴച്ചു പോകുന്നത് കാണാം. അത് നമ്മിൽ ഉണ്ടാകരുത്. അള്ളാഹു നമ്മെ തൊട്ട് വല്ല വസ്തുക്കളെയും പിടിച്ചു വച്ചാലും നമുക്ക് അള്ളാഹു വിശാലത ചെയ്തു തന്നാലും ആ രണ്ട് സന്ദർഭങ്ങളിലും നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവരാകണം. പരീക്ഷണങ്ങൾ വരുമ്പോൾ നിരാശ നമ്മിൽ ഉണ്ടാകരുത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അതിൽ നമ്മൾ വഞ്ചനയിലകപ്പെട്ടു പോവുകയും ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ അത് എൻ്റെ പരിശ്രമം കൊണ്ടുണ്ടായതാണ്, ഇതിനി നഷ്ടപ്പെടൂല എന്ന നിലക്ക് ചിന്തിച്ച് നിർഭയത്വത്തിൽ ജീവിക്കുന്നവരാകരുത്. എനിക്ക് വിശാലതപ്പെടുത്തി തന്ന റബ്ബ് എപ്പോഴും ഇതിനെ പിടിച്ചെടുക്കാം എന്ന ബോധത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. ഈ ഇസ്മുമായി നമ്മൾ തഹല്ലുക്കാകേണ്ടത് അള്ളാഹു അല്ലാത്ത സർവ വസ്തുക്കളെ തൊട്ടും പിടിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. അള്ളാഹു അല്ലാത്ത, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വസ്തുക്കളിലേക്ക് നമ്മൾ കൂടുതലായി ആശ്രയിക്കുന്ന ഒരവസ്ഥ നമ്മിലുണ്ടാകലിനെ തൊട്ട് നാം പിടിച്ചു നിൽക്കണം. അതേപോലെ തന്നെ ഈ ഇസ്മു കൊണ്ട് സ്വഭാവം സിദ്ധിക്കുമ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അർവാഹുകളെ, മൃഗങ്ങളുടെ അർവാഹുകളെ ഉളുഹിയത്തുകളിലും അഖീഖത്തുകളിലുമൊക്കെയായിട്ട് ഖബൂല് ചെയ്യുന്ന, പിടിച്ചെടുക്കുന്ന സ്വഭാവം അവരിൽ ഉണ്ടാകും എന്നാണ്. ഒരു ഉളുഹിയത്തിൻ്റെ വിഷയം വരുമ്പോൾ അതിൽ ഭാഗവക്കാകാൻ കൂടുതൽ ആഗ്രഹവും അത്യാഗ്രഹവും ഈ ഇസ്മുമായി ബന്ധപ്പെടുന്നവരിൽ, ഈ ഇസ്മുമായി സ്വഭാവം സിദ്ധിക്കുന്നവരിൽ ഉണ്ടാകും എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉളുഹിയത്തുകളിലും അഖീഖത്തുകളിലുമൊക്കെ മൃഗങ്ങളെ അറുക്കലിലൂടെ ആ മൃഗങ്ങളുടെ റൂഹുകളെ പിടിക്കുന്നത് കൊണ്ട് നമ്മൾ സ്വഭാവം സിദ്ധിക്കണം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, നമുക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങളിൽ ചിന്തിക്കുന്നതിനെ തൊട്ട് നമ്മളുടെ ഹൃദയങ്ങളെ നമ്മൾ പിടിച്ചു വെക്കണം. അതേപോലെ തന്നെ ജനങ്ങൾ തെറ്റായ മാർഗങ്ങളിലേക്ക് പോകുന്നതിനെ തൊട്ടും നരകത്തിൽ സംഭവിക്കുന്ന പ്രവർത്തനങ്ങളിലേർപ്പെടുന്നതിനെ തൊട്ടും ചീത്തയായ സഞ്ചാരങ്ങളിൽ ആകുന്നതിനെ തൊട്ടുമൊക്കെ അവരെ നമ്മൾ ഉപദേശങ്ങളിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും പിടിച്ച് വെക്കണം. അതേപോലെ തന്നെ മരണസമയത്ത് നമ്മളിലേക്ക് പിശാച് നമ്മളുടെ ഒരു കൂട്ടുകാരൻ്റെ രൂപത്തിൽ വന്ന് നമ്മെ പിഴപ്പിക്കുന്ന ആ ഒരവസ്ഥ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നതിനെ തൊട്ടൊക്കെ നമ്മൾ പിടിച്ചു വെക്കേണ്ടതുണ്ട്. നാം മുമ്പ് പറഞ്ഞു, അല്ലാഹു തആല ഖാബിലാണ്, ബാസിത്താണ്. മരണസമയത്ത് ഓരോ ശരീരങ്ങളിൽ നിന്നും അർവാഹുകളെ അല്ലാഹു തആല പിടിക്കുന്നു. അതുപോലെ തന്നെ ധനികരായ ആളുകളിൽ നിന്ന് സമ്പത്തിനെ അല്ലാഹു തആല പിടിക്കുന്നു. നമുക്ക് തന്നെ പല ബേജാറുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നതിനെ തൊട്ട് അല്ലാഹു തആല പിടിച്ചു വെക്കുന്നു. ഇതെല്ലാം അല്ലാഹു ഖാബിലാണ് എന്നതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, പ്രകടമാകുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ ഹയാത്തിൻ്റെ സമയത്ത് അല്ലാഹു തആല നമ്മളുടെ ശരീരങ്ങളിൽ റൂഹുകളെ വിശാലമാക്കി തരുന്നു. അതുപോലെ തന്നെ ദരിദ്രരായ
മനുഷ്യന്മാരിൽ ധനികരായ ആളുകളിൽ നിന്ന് സമ്പത്ത് എത്തിച്ചു കൊടുത്ത് ധനികർക്ക് അല്ലാഹു തആല വിശാലത ചെയ്യുന്നു. ഇങ്ങനെയുള്ള അർത്ഥതലങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ അല്ലാഹു ബാസിത്താണ്, വിശാലത ചെയ്യുന്നവനാണ് എന്നതിന് നമുക്ക് പ്രകടമാകുന്ന ചില കാര്യങ്ങളാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ധനികരായ ആളുകളെ അവർ നിർബന്ധ സക്കാത്തുകളും സ്വതക്കകളും നൽകാത്തവരാണെങ്കിൽ അവരെ ഉപദേശിച്ച് അവരിൽ നിന്ന് സമ്പത്ത് ദരിദ്രരിലേക്ക് എത്തുന്ന ആ ഒരു അവസ്ഥകളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും ഖാബിൽ കൊണ്ടും ബാസിത്ത് എന്നതുകൊണ്ടും നമ്മൾ തഖല്ലുക്കായവരായി, സ്വഭാവം സിദ്ധിച്ചവരായി. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയെത്തൊട്ട് അള്ളാഹുവിൻ്റെ ആ ഒരു മഹത്വം, ജലാലിയത്ത്, അള്ളാഹുവിൻ്റെ കിബിരിയ, അങ്ങേയറ്റത്തെ മഹത്വം, ഇവകളൊക്കെ ജനങ്ങളുടെ ഖൽബുകളിൽ ഇട്ടുകൊടുത്തുകൊണ്ട് അവരെ തിന്മകളിൽ നിന്ന് നമ്മൾ പിടിക്കുന്നവരാകണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഇസ്മുമായി സ്വഭാവം ശ്രദ്ധിക്കുന്നവരാകാൻ ശ്രദ്ധിക്കേണ്ടത്. ഈ മഹത്തായ ഇസ്മിൻ്റെ പ്രത്യേകത മഹത്തുക്കൾ പറയുന്നു. ഇതുമായിട്ട് നാം കൂടുതലായി ബന്ധം പുലർത്തുമ്പോൾ, ഇതിനതിൻ്റെ അബ്ജദീയ കണക്ക് പ്രകാരവും അതിനേക്കാൾ കൂടുതലായുമൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ തീർച്ചയായും പല വിഷമഘട്ടങ്ങളിലും നമുക്കുണ്ടാകുന്ന വേദനകൾ അത് ഇല്ലാതെയാകും എന്നാണ്. മരണസമയത്തുള്ള വേദന പോലെയുള്ള, അതേപോലെ മറ്റു പല രംഗങ്ങളിലും നമുക്ക് ഉണ്ടാകുന്ന വേദനകൾ, ആ വേദനകളൊക്കെ അല്ലാഹു തആല പിടിച്ചെടുക്കുന്നതാണ്. അത് നമുക്ക് അനുഭവിക്കാതെ രക്ഷപ്പെടാൻ കഴിയും. അതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ പ്രശ്നങ്ങളൊക്കെ ശരിയാകാൻ ഈ ഇസ്മ് അതിൻ്റെ അബ്ജദീയ കണക്ക് പ്രകാരം ചൊല്ലി വെള്ളത്തിലൊക്കെ മന്ത്രിച്ച് കുടിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു പ്രയാസങ്ങളൊക്കെ ഇല്ലാതെയാകും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.